بسم الله الرحمن الرحيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1791 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ 11, 12 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 11, 12 ആയത്തുകളാണ് ഞാൻ ഇന്ന് നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1400 പേരും അടങ്ങുന്ന ഒരു സംഘം മദീനയിൽ നിന്ന് ഹിജ്റ 6-ാം വർഷത്തിലെ ദുൽഖഅദ മാസത്തിൽ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുകയുണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിലെ തുടക്കം മുതൽ നമ്മളിപ്പോ വായിച്ചു വരുന്ന ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഈ സൂറത്തിലെ മുഖ്യമായ പ്രതിപാദ്യം തന്നെ അതാണ്. സൂറത്തുൽ ഫത്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിലെ വളരെ നിർണായകമായ ഒരു വിജയത്തെ പ്രഖ്യാപിക്കുകയും അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൂറത്താണ്. യാതൊരു നിലക്കും എളുപ്പമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരു സന്ദർഭത്തിൽ മക്കയിലെ ആളുകളുമായുള്ള ബന്ധം വളരെയേറെ ശത്രുതാപരമായ ഒരു തലത്തിൽ നിലകൊള്ളുകയും അവരുമായി പല യുദ്ധങ്ങളും അവസാനം അവരെ വളരെ പ്രകോപിതരാക്കിയ വിധത്തിലുള്ള അഹ്സാബ് യുദ്ധവും ഒക്കെ നടന്ന ആ പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വപ്ന ദർശനം, ആ സ്വപ്ന ദർശനത്തെ തുടർന്ന് മക്കയിലേക്കുള്ള യാത്ര തീരുമാനിക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ അവര് പല പ്രതിസന്ധികളും നേരിട്ടു. ഒടുക്കം ഹുദൈബിയ സന്ധിയിലൂടെ
അതിലൊരു തീരുമാനമായി അവര് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇങ്ങനെ മദീനയിലേക്ക് മടങ്ങുന്നതിനിടക്കാണ് വഴിക്ക് വെച്ച് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത്. വലിയ പരാജയമായി പോയി അങ്ങനെ ഒരു സന്ധി വേണ്ടി വന്നത് എന്ന ഒരു മനസ്സോടുകൂടിയാണ്, വളരെയേറെ പ്രയാസം മാനസികമായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് ആ സംഘം മദീനയിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായത്, മടക്കയാത്ര തിരിക്കുകയുണ്ടായത്. എന്നാൽ പാതി വഴിയിൽ വെച്ചാണ് അല്ലാഹു ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും തെളിമയുള്ള ഒരു വിജയം നാം ഇതാ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്ത് അവതരിക്കുന്നത്. അതില് ബന്ധപ്പെട്ട എല്ലാവരുടെയും നിലപാടുകൾ ഇതിനകം തന്നെ നമ്മൾ ഈ ആയത്തുകളിലായിട്ട് പരാമർശിക്കുകയുണ്ടായി, അല്ലെങ്കിൽ മനസ്സിലാക്കുകയുണ്ടായി. ഈ യാത്ര പുറപ്പെടുന്ന സംഭവം, അതിൽ നേരിട്ട പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെയും, അതുപോലെ ഹുദൈബിയയിൽ തടയപ്പെട്ട അവസ്ഥ, അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ജീവാപായം ഉണ്ടായി ശത്രുക്കളുടെ കാരണങ്ങളാൽ എന്ന വിധത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചതിനെ തുടർന്നുള്ള ഒരു സാഹചര്യം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടുമായിട്ട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെടുകയും, അങ്ങനെ ഒരാളൊഴികെ എല്ലാവരും തന്നെ അതിന് സന്നദ്ധരായി ആ പ്രതിജ്ഞ നിർവഹിക്കപ്പെടുകയും ചെയ്ത ബൈഅത്തുർ റിദ്വാൻ നടന്ന ആ സംഭവം വിശദമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതൊക്കെ ഈ സൂറത്തിലെ പിന്നിട്ട ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തില് ആ ബൈഅത്ത് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രവാചകനുമായി നടത്തിയ ബൈഅത്താണെങ്കിൽ, പ്രത്യക്ഷത്തിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്ഥാനത്ത് അവര് കൈകൊടുക്കുകയുണ്ടായത് അള്ളാഹുവിന് തന്നെയാണ്, അള്ളാഹുവിനോടാണ് അവർ ആ ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം ഗൗരവമുള്ള, അങ്ങേയറ്റം പ്രാധാന്യമുള്ള, ശ്രദ്ധേയമായ, ഒരിക്കലും ചരിത്രത്തിന് തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട്, ഒരു അടയാളപ്പെടുത്തലായിട്ട് അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടരെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 11-12 ആയത്തുകളിലായിട്ട് അല്ലാഹു പരാമർശിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ സ്വപ്ന ദർശനത്തെ തുടർന്ന് ഉംറക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ എല്ലാവരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെടുകയും, മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന തങ്ങള് വിശ്വാസികളാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന ഈ ബദവി അറബി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവര് പട്ടണവാസികളല്ല, മരുഭൂവാസികളായ അറബ് ഗോത്രങ്ങൾ, അവരെ ബദവികൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. ബദവികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രയോഗമാണ്. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നാണ്, ബിദായ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. ഈ പദങ്ങളുടെയൊക്കെ വേറെ രൂപമാണ് ബദവി എന്നത്. ഇംഗ്ലീഷില് ബെഡുയിൻസ് എന്നാണ് അവരെ പരാമർശിക്കാറുള്ളത്. അത് അറബിയിൽ നിന്ന് വന്ന വാക്ക് തന്നെയാണ്, ബെഡുയിൻസ്. ബദവികൾ എന്നത് മലയാളത്തില് ബദവികൾ എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷില് ബെഡുയിൻസ് എന്ന് പറയും. അപ്പൊ ഇത് മരുഭൂവാസികളായ അറബികളാണ്, പട്ടണവാസികളായ അറബികളല്ല. സാംസ്കാരികമായും വൈജ്ഞാനികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ അവര് പട്ടണവാസികളായ അറബികളിൽ നിന്ന്
വളരെ വ്യത്യസ്തരാണ്. അവരുടെ രീതിയും പെരുമാറ്റവും സംസാരവും ഭാഷയും ഒക്കെ പല നിലക്കും വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഉള്ളത്. അപ്പോ ഈ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന ചില ഗോത്രങ്ങളിലെ ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉംറ യാത്രയിൽ തന്നോടൊപ്പം കൂടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അസ്ലം, മുഗൈറ, ജുഹൈന, ഗഫാർ, അസ്ജർ, ഈൽ തുടങ്ങിയ ഗോത്രങ്ങളായിരുന്നു. ഇവരെയാണ് ഇവിടെ ഈ ബദവി ഗോത്രങ്ങൾ എന്ന നിലക്ക് പരാമർശിക്കപ്പെടുന്നത്. ഒന്നുകൂടി ആ പേരുകൾ പറയാം. അസ്ലം, മുഗൈറ, ജുഹൈന, ഗഫാർ, അസ്ജർ, ദീൽ. ഈ ഗോത്രങ്ങൾ ഇതൊക്കെയാണ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന ആളുകളുടെ ഗോത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ആഗമനത്തിനെ തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട് അവര് ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അവര് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പ്രത്യക്ഷമായ പല ലക്ഷണങ്ങളിലും അവര് ദൈവിക മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടർ അവരോട് കൂടെ കൂടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായിട്ടല്ല ഉള്ളത്. മരുഭൂമിയിലെ ജീവിത രീതികളും ആവാസ വ്യവസ്ഥയും ഒക്കെ പിന്തുടർന്നുകൊണ്ട് പോരുന്ന ഗോത്രങ്ങളാണ്. അവര് വല്ലപ്പോഴും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും, മാർഗദർശനം തേടും എന്നതൊക്കെയാണ് ഉണ്ടായിരുന്ന അവസ്ഥ. അവരോടും ഈ ഉംറ യാത്രയിൽ തന്റെ കൂടെ കൂടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവര് പല കാരണങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് കൂട്ടാക്കിയില്ല, അദ്ദേഹത്തോടൊപ്പം പുറപ്പെടുകയുണ്ടായില്ല. അവരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകള് സൂക്ഷ്മമായിട്ട് വായിക്കാം. സയഖൂലു ലക്കൽ മുഖല്ലഫൂൻ. ഇനിയിപ്പോ ഈ പിന്തി നിന്നവർ തങ്ങളോട് വന്ന് പറയും. അള്ളാഹു ഇനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുൻകൂട്ടി അറിയിക്കുകയാണ്. ഈ ഉംറ യാത്ര എന്ന ഈ സംഭവത്തിനെ അത് അങ്ങേറ്റം പ്രതിസന്ധി നിറഞ്ഞ ഒരു സംഗതി തന്നെയാണ്. അതൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്ര പോലെ തന്നെയാണ്. യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി അതില് ആയുധങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത. ഒരു ഉംറ യാത്രികൻ കയ്യിൽ വെക്കുന്ന ഒരു വാള് പോലെയുള്ള ഒരു സംഗതി അല്ലാതെ മറ്റ് യുദ്ധ സാമഗ്രികളൊന്നും ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയില്ല എന്നതാണ് നിലനിന്നിരുന്ന അവസ്ഥ. അപ്പൊ ഇവര് ഉംറ യാത്രികരായിട്ട് തന്നെയാണ് പുറപ്പെടുകയുണ്ടായത്. അതേസമയത്ത് അവർക്ക് നേരിടാനുള്ളത് ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പ് മാത്രം അവരുമായി ഏറ്റുമുട്ടിയ ഖുറൈശികളോടും അവരുടെ സഖ്യകക്ഷികളോടുമാണ്. അവരെയാണ് നേരിടാൻ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭീഷണി നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ്. അപ്പൊ ഇത് സംബന്ധമായി അള്ളാഹു പറയുകയാണ്, സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ അഅറാബ്. ബദവി അറബികളിൽ, അറാബികളിൽ, ഗ്രാമീണ അറബികളിൽ മാറി നിന്ന പിന്തി നിന്ന ആളുകൾ ഇനി താങ്കളുടെ അടുക്കൽ വന്ന് പറയും. അവര് വൈകാതെ തന്നെ താങ്കളുടെ അടുക്കൽ എത്തും, എന്നിട്ട് ഇങ്ങനെ പറയും എന്നാണ് പറയുന്നത്. ഈ ആയത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരികെ എത്തിയിട്ടില്ല. മദീനയിലേക്കുള്ള യാത്രക്ക് ഇടയിലാണ് ഈ സൂറത്തിന്റെ അവതരണം. അപ്പൊ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ യാത്രയിൽ പ്രവാചകനോടൊപ്പം അനുഗമിക്കാതിരുന്ന എന്നാൽ സത്യവിശ്വാസികളായിട്ട് അറിയപ്പെടുന്ന ഒരുപാട് പേര്
പല എക്സ്ക്യൂസും വന്ന് പറയും, ഞങ്ങൾക്ക് അത് കാരണമായിട്ട് വരാൻ പറ്റിയില്ല, ഇത് കാരണമായിട്ട് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു വിശദീകരണം നൽകാൻ വേണ്ടി വരുമല്ലോ. അത് സ്വാഭാവികമാണ്. എല്ലാ യുദ്ധങ്ങളിലും അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില വിശദീകരണങ്ങളൊക്കെ കൊടുക്കുക എന്നത് അവിടെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. അപ്പോ അറാബികളായ മാറി നിന്ന ആളുകൾ സയഖൂലു ലക്കൽ മുഖല്ലഫൂൻ, മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ പിന്തി നിന്നവർ എന്നാണ് അർത്ഥം. യാത്ര പുറപ്പെട്ടപ്പോ അല്ലെങ്കിൽ ഈ സന്നാഹങ്ങളുമായിട്ടുള്ള ഈ പുറപ്പാടില് പങ്കാളിയാവാതെ മാറി നിന്ന ആളുകൾ അത് അറാബികളിൽപ്പെട്ടവരാണ്. അറാബികൾ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരായ അറബികളെന്നോ ഗ്രാമീണ അറബികളെന്നോ അല്ലെങ്കിൽ മരുഭൂവാസികളായ അറബികൾ എന്നൊക്കെ മനസ്സിലാക്കാം നമുക്ക്. അറാബ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാങ്കേതിക പദമാണ്. എന്ന് പറഞ്ഞാൽ അറബ് സംസ്കാരത്തിന്റെ ആ സഖാഫത്തിന്റെ ആ ക്വാളിറ്റി ഒന്നും കൈവരിച്ചിട്ടില്ലാത്ത മരുഭൂവാസികളായ ആളുകളാണ്. അപ്പൊ സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ അറാബ്, ഈ മരുഭൂവാസികളായ അറാബികളായ മാറി നിന്ന ആളുകൾ പ്രവാചകരെ താങ്കളുടെ അടുക്കൽ വന്നിട്ട് നീ പറയും, ശകലത്തിന അംവാലുന വാഹ്ലൂന, ഞങ്ങളുടെ സ്വത്തും മുതലും കുടുംബവും ഒക്കെ പല സംഗതികളിലും വ്യാപൃതരാക്കി. തങ്ങളുടെ ഭൂസ്വത്തുക്കള്, അതുപോലെയുള്ള സംഗതികള്, കുടുംബം, ഇതൊക്കെ തന്നെ ഞങ്ങളെ വേറെ പലതിലേക്കും ഞങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയി. ഞങ്ങൾക്ക് താങ്കളുടെ ഈ വിളംബരത്തിന് ചെവിക്കൊടുത്തുകൊണ്ട് കൂടെ കൂടാൻ സാധിക്കുകയുണ്ടായില്ല. കുടുംബമാണ് ഒരു തടസ്സമായി മാറിയത്. വേറെ തടസ്സം ഞങ്ങളുടെ സ്വത്തും മുതലും ഒക്കെയാണ്. കച്ചവടക്കാർക്ക് കച്ചവടവും, കർഷകർക്ക് കൃഷിയും, ഇടയന്മാർക്ക് അവരുടെ ആടുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള കന്നുകാലികളും ഒക്കെ, അവയൊന്നും അങ്ങനെ ഇട്ടെറിഞ്ഞു പോരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിപ്പോയി. അവര് വന്ന് പറയുന്ന അതാണ്, ശകലത്തിന അംവാലുന അഹ്ലൂന, ഞങ്ങളുടെ അംവാലും അഹ്ലും ഞങ്ങളെ അതിൽ വ്യാപൃതരാക്കി. ശകലത്തില അത് ഞങ്ങൾക്കൊരു ശുഗലായി മാറി. ശുഗൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ്, ബിസിയാക്കി ഞങ്ങളെ. ഇതാണ് പറയുന്നത്. ഞങ്ങളുടെ സമ്പത്തും കുടുംബങ്ങളും, അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണ പോലെയുള്ള വളരെ വർദ്ധിതമായ സമ്പത്തിനെ കുറിച്ചൊന്നും അല്ല ഇവർ യഥാർത്ഥത്തിൽ പറയണത്. അറാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിസ്റ്റൻസിന്റെ അടിത്തറയായ ആടുവളർത്തലോ, മരുഭൂമിയിലെ ചില പ്രദേശങ്ങളിലുള്ള ചില അപൂർവമായ ചില കൃഷി ഇനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സംഗതികളാണ്. വല്ല ഈത്തപ്പനത്തോട്ടം, മുന്തിരിത്തോട്ടം, അതുപോലെയൊക്കെയുള്ള സംഗതികൾ അവര് ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ട് പ്രയാസപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്നത്. അതുപോലെ അവര് അടുത്ത സീസണിൽ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ ആടുമാടുകള്, ഇതൊക്കെയാണ് അവരുടെ മുതൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സമ്പത്ത്, തങ്ങളുടെ സമ്പത്തുക്കളും അതുപോലെ കുടുംബങ്ങളും, ഭാര്യമാരും മക്കളും പേരമക്കളും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വ്യാപൃതരാവേണ്ടി വന്നു. കച്ചവട കാര്യങ്ങളിലും അതുപോലെ കൃഷി കാര്യങ്ങളിലും ഒക്കെ ഞങ്ങളതിൽ കുടുങ്ങിക്കടന്നുപോയി. അതുകൊണ്ട് ശകലത്തിന അംവാലുന വാഹ്ലൂന, ഞങ്ങളുടെ സമ്പത്തുക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഒക്കെ ഞങ്ങളെ അതിലൊക്കെ വ്യാപൃതരാക്കി, അതിലൊക്കെ തിരക്കുള്ളവരാക്കി ഞങ്ങളെ കെട്ടിയിട്ട പോലെയായി. അതുകൊണ്ട് ഫസ്തഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കണം. താങ്കളുടെ ആഹ്വാനം കേട്ടുകൊണ്ട് താങ്കളോടൊപ്പം യാത്ര പുറപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കുടുംബങ്ങള്, സമ്പത്ത്, ഞങ്ങളുടെ ജീവിതത്തിന് ആധാരമായ പല സംഗതികള്, അതിലൊക്കെ ഞങ്ങള് കെട്ടിക്കുടുങ്ങിപ്പോയി.
അതുകൊണ്ട് കൂടെ പുറപ്പെടാൻ സാധിച്ചില്ല. ഫസ്തഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി താങ്കള് പൊറുക്കലിനെ തേടണം, മഗ്ഫിറത്ത് തേടണം, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പുറത്തു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ അറാബികളായ മുഖല്ലഫുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുക എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അത് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം സംഭവിക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ പരാമർശം. പിന്നീട് അവര് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അവര് ഈ ആയത്ത് അവതരിച്ചു ഒന്നും അറിയുക ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഫസ്തഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെടുന്നത്. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, എന്നാൽ അള്ളാഹു അതിനെക്കുറിച്ച് അവരാ പറയുന്ന കാര്യത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്നത് വെളിപ്പെടുത്തുകയാണ് തുടർന്ന്. യഖൂലൂന, അവര് പറയുകയാണ്, ബി അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊണ്ട്, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത്, അവര് ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം നബിയുടെ അടുക്കൽ വന്ന് പറയുകയല്ല അവർ ചെയ്യുന്നത്. മറിച്ച് മനസ്സിൽ അവർക്ക് യഥാർത്ഥത്തിൽ തന്നെ അറിയാം അവര് പുറപ്പെടാതെ ഇരുന്നതിന്റെ കാരണം ശരിക്കും എന്താണ് എന്നത്. അതിന്റെ ഒരു കുറ്റപ്പെടുത്തലും അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതല്ല അവരിവിടെ വന്ന് പറയുന്നത്, ഒരു കാരണം ഉണ്ടാക്കി പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമ്പത്തും കുടുംബങ്ങളും എല്ലാവർക്കും കാരണമാണ്, എല്ലാവർക്കും വേണമെങ്കിൽ തടസ്സമായിട്ട് കാണുകയും ചെയ്യാം. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള സംഗതി ആയതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഹ്വാനത്തിന് ചെവിക്കൊടുത്തുകൊണ്ട് പുറപ്പെടുകയാണ് വേണ്ടിയിരുന്നത്. അതാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്നാൽ മുഖല്ലുഫുകളായ അറാബികള് ഇത് വന്ന് പറയുകയാണ്, കുടുംബവും മക്കളും സമ്പത്തും ഒക്കെ ഞങ്ങൾക്ക് തടസ്സമായി, ഞങ്ങൾ അതിലൊക്കെ കുരുക്കിയിട്ടു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹിനോട് പറയണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. എന്നാൽ അത് സംബന്ധമായിട്ട് അള്ളാഹു വെളിപ്പെടുത്തുന്നത് യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. ആരോടാ ഇത് പറയേണ്ടത്? അള്ളാഹുവിനോടല്ലേ ഈ മഗ്ഫിറത്തിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടേണ്ടത് ഇവർക്ക് വേണ്ടി. പക്ഷെ അള്ളാഹുവാണ് ഇവിടെ പറയുന്നത്, യഖൂലൂന ബി അൽസിനതിഹിം, അവര് അവരുടെ നാവുകൾ കൊണ്ട് പറയുന്നു, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട സത്യമല്ല അവർ പങ്കുവെക്കുന്നത്. അവരൊരു കാരണം അവരുടെ നാവ് കൊണ്ട് അങ്ങ് ഉണ്ടാക്കി പറയുകയാണ്. അതല്ല യഥാർത്ഥത്തിൽ കാരണം എന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെ ഇതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ, ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅ, ആരാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വല്ലതും നേടിത്തരിക? ഇൻ അറാദ ബിക്കും ലറ, അവൻ നിങ്ങൾക്കൊരു ദ്രോഹം ഉദ്ദേശിച്ചുവെങ്കിൽ, അതല്ലെങ്കിൽ അറാദ ബിക്കും നഫ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം അവന് ഉദ്ദേശിച്ചുവെങ്കിൽ, അതിനെതിരില് അത് മാറ്റാൻ വേണ്ടി ആർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് അധികാരമുള്ളത്? ആർക്കാണ് അതിന് മുൽക്കുള്ളത് എന്നതാണ് ചോദ്യം. ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅ, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അവൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ദുർറ് ചെയ്യാനാണ്, നിങ്ങൾക്കൊരു പ്രയാസം സൃഷ്ടിക്കാനാണ്, അതെല്ലാം നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാക്കാനാണ്. അവൻ എന്ത് ഉദ്ദേശിച്ചാലും അത് തടയുന്ന വിധത്തിൽ ഇടപെടാൻ കഴിയുന്ന അധികാരം ആർക്കുണ്ട് എന്നാണ് ചോദിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ പ്രവാചകനെ ചുമതലപ്പെടുത്തുന്നത്. ഈ ആളുകൾ വന്ന് പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യത്തിനുള്ള മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു. മദീനയിൽ എത്തിയാൽ ഇങ്ങനെ കുറച്ച് കൂട്ടർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും, അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് മുൻകൂട്ടി തന്നെ അള്ളാഹു പറയുകയാണ്. പലപ്പോഴും
ആരെങ്കിലുമൊക്കെ അങ്ങനെ വന്ന് ചോദിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവരോട് മറുപടി പറയേണ്ടത് എന്ന നിലയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അത് സംബന്ധമായിട്ട് വഹി വരിക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരവും പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചോളൂ. ഫമൻ യംലികു ലക്കും മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കായിട്ട് വല്ലതും ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ആരാണ് അതിന്റെ അങ്ങനെ ഒരു അധികാരത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ളത്? ഇൻ അറാദ ബിക്കും ലറ, അവൻ നിങ്ങൾക്കൊരു ലറാണ് ഉദ്ദേശിച്ചത് എങ്കിൽ, ഒരു ദ്രോഹകരമായ ഒരു സംഗതിയാണ് അവൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചതെങ്കിൽ, ഔ അറാദ ബിക്കും നഫ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൻഫഅത്തുള്ള പ്രയോജനമുള്ള ഒരു കാര്യമാണ് അവൻ ഉദ്ദേശിച്ചത് എങ്കിൽ, ഇത് രണ്ടായാലും അക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമുള്ളവൻ ആരുണ്ട് എന്നാണ് അവരോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിടെ പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവർക്കുള്ള മറുപടി അതാണ്. എന്നാൽ അള്ളാഹു തുടർന്ന് പറയാണ്, ബൽ കാന അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്നിട്ട് അള്ളാഹു നേരിട്ട് തന്നെ പറയുന്ന വിധത്തിലാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും തന്നെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. ഈ അറാബികളോടാണ് ഈ പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാണ്, കൂടെയുള്ള സത്യവിശ്വാസികളോടുമാണ്. കാരണം ഇവിടൊക്കെ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് എന്ത് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ മറുപടി അള്ളാഹു പറഞ്ഞ വിധത്തിലാണ് കൊടുക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നത് അള്ളാഹു തീർച്ചയായിട്ടും അറിയും. ഈ അറാബികൾ മുഖല്ലഫുകളായി നിന്ന് മാറി നിന്ന, വിട്ടുനിന്ന അറാബികൾ എന്ത് ചെയ്യുന്നു, അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്നതൊക്കെയും അള്ളാഹു അറിയും. അപ്പൊ ഇവിടെ നൽകപ്പെടുന്ന സൂചന പരോക്ഷമായിട്ട് അള്ളാഹു ഒരാളുടെയും പ്രാർത്ഥന അതേപടി അങ്ങ് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന പോലും അത് അപ്പടി അങ്ങ് സ്വീകരിക്കുകയല്ല, മറിച്ച് ആർക്കു വേണ്ടിയാണോ ആ പ്രാർത്ഥന അള്ളാഹു ആ ആളുകളുടെ കാര്യത്തില് സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നത് നോക്കും. അത് അവരെങ്ങനെ, അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്, അവരുടെ നിലപാടുകൾ എന്തായിരുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹു ഇത്തരം ശുപാർശകള് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയുള്ളൂ എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അള്ളാഹുവിന്റെ അടുക്കല് അങ്ങനെ ഒരു അധികാരം പ്രയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ ആർക്ക് സാധിക്കുമെന്നാണല്ലോ ഇവിടെ ചോദിക്കുകയുണ്ടായത്. എന്നാൽ അള്ളാഹു തുടർന്ന് പറയുകയാണ്, ബൽ കാന അല്ലാഹു ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാകുന്നു അള്ളാഹു എന്നാണ് ഇവിടെ തുടർന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇവരെ എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ഈ അറാബികളുടെ അവര് മുഖല്ലഫുകളായി മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ച കാരണം യഥാർത്ഥത്തിൽ എന്താണ്? അവരുടെ സമ്പത്തും കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതിലും വ്യാപൃതരായി പോയി എന്നാണ് അവർ വന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ കാരണം എന്തായിരുന്നു? അതാണ് ഈ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. കാര്യം അങ്ങനെയല്ല, നിങ്ങൾ എങ്ങനെയാണ് വന്ന് പറഞ്ഞത്, നാവ് കൊണ്ട് പറഞ്ഞതെങ്കിലും യഥാർത്ഥ കാരണം ബൽ ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا, നിങ്ങൾ കരുതിയത് അള്ളാഹുവിന്റെ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളായ സത്യവിശ്വാസികളും ഒരിക്കലും തന്നെ ഈ യാത്രയിൽ നിന്ന് മടങ്ങി അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തുകയില്ല എന്നാണ് ഇവർ കരുതിയിരുന്നത്. അതാണ് അള്ളാഹുവിന്റെ ദൂതനും അനുയായികളും ഈ വലിയ
സാഹസത്തിലേക്ക് കുതിച്ചു പോയതിനു ശേഷം അവര് തിരികെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തുകയില്ല എന്നാണ് ഈ മുഖല്ലഫുകള് കരുതിയിരുന്നത്. കാരണം അത് അത്രയും അപകടം പിടിച്ച ഒരു പുറപ്പെടലാണ്. ആ ഒരു അപകടം പിടിച്ച ഒരു കാര്യം ചെയ്ത് ജീവനോടെ അവര് അവരുടെ വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് തിരികെ എത്തുകയില്ല എന്ന് കട്ടായം വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഈ അറാബികളുടെ കൂട്ടത്തിലെ ഈ മുഖല്ലഫുകളായ ആളുകൾ, മാറി നിന്ന് വിട്ടുനിന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം ഉണ്ടായിട്ടും യാത്രക്ക് ഒരുങ്ങാതെ പുറപ്പെടാതെ മാറി നിന്ന് ഞങ്ങളുടെ സമ്പത്തും കുടുംബങ്ങളും ഒക്കെ അതിൽ വ്യാപൃതരാക്കി കളഞ്ഞു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് ഒന്ന് പറയുമെന്ന് പറഞ്ഞല്ലോ. ഈ കൂട്ടരുടെ യഥാർത്ഥത്തിലുള്ള വിഷയം ഇതായിരുന്നു. നിങ്ങൾ കരുതി, ബല്ലനൻതും, നിങ്ങൾ ഊഹിച്ചു, അല്ല യൻഖലിബർ റസൂല് അള്ളാഹുവിന്റെ ദൂതൻ തിരിച്ചു എത്തുകയില്ല എന്ന്, മടങ്ങി വരില്ല എന്ന്. വൽ മുഅ്മിനൂന, വിശ്വാസികളും, ഇലാ അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങളുടെ അടുക്കലേക്ക്, അവരുടെ അഹ്ലുകളുടെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ ദൂതനും അദ്ദേഹത്തെ അനുഗമിച്ച വിശ്വാസികളും ഒരിക്കലും തന്നെ ഒരിക്കലും തന്നെ തിരികെ എത്തുകയില്ല എന്നായിരുന്നു നിങ്ങൾ ഊഹിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പെടണ്ട, നാശത്തിലേക്ക് ചെന്ന് വീഴണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചതാണ്. ഇത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ഇതാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ ആകർഷകമായി കാണിക്കപ്പെടുകയും ചെയ്തു. അത് വളരെ അട്രാക്റ്റീവായിട്ട് കാണിക്കപ്പെട്ടു. ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകൾക്ക് ആ ഒരു നിലപാട് വളരെ ആകർഷകമായിട്ട് തോന്നി. ആലോചിക്കും തോറും പോകാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ തോന്നുകയാണ് അവരുടെ മനസ്സിൽ. അതിന് ഒരു തൂക്കം കിട്ടുന്ന വിധത്തില് മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് ബുദ്ധിപൂർവകമായിട്ടുള്ളത്. ഈ പോകുന്ന ആളുകൾ വലിയ വെട്ടിത്താണ് ചെയ്യുന്നത്. എന്താപ്പ ചെയ്യുക, ഓരങ്ങനെ തീരുമാനിച്ച് പോവുകയാണല്ലോ, നമുക്കിപ്പോ അത് ഏതായാലും പറ്റൂല, അത്ര വിഡ്ഢികളാകാൻ നമ്മളില്ല എന്നൊക്കെയുള്ള ആലോചനയാണ് അവരുടെ മനസ്സിലെങ്ങനെ നുരഞ്ഞു പൊങ്ങുന്നത്. വസയ്യനദാലിക്ക, അതിനെ സീനത്തുള്ളതായിട്ട്, വസുയ്യനദാലിക്ക, സീനത്തുള്ളതായിട്ട് കാണിക്കപ്പെട്ടു. അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് അത് വലിയ അലങ്കാരമുള്ള ആകർഷകമായ ഒരു സംഗതിയായിട്ടാണ് അവരിപ്പോ സ്വീകരിച്ച നിലപാട്. ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വളരെ ആകർഷകമായിട്ട് അനുഭവപ്പെട്ടു. വലനൻതും, നിങ്ങൾ ചില ഊഹങ്ങളും നടത്തി. ലന്നസൗ, വളരെ നികൃഷ്ടമായ ഊഹങ്ങൾ, വളരെ നികൃഷ്ടമായ ഊഹങ്ങളും നിങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതനും അനുയായികളും ഈ യാത്ര പുറപ്പെട്ട് മക്കയിൽ അങ്ങ് ഒടുങ്ങിപ്പോയാൽ അതോടുകൂടി ഈ ഇടങ്ങാറൊക്കെ അങ്ങ് തീർന്നല്ലോ എന്ന ഒരാലോചന നിങ്ങളുടെ മനസ്സിൽ കയറി വന്നു. നിങ്ങൾ അതിൽ ആകൃഷ്ടരായി. നിങ്ങൾ അങ്ങനെയുള്ള ചില ഊഹങ്ങളിൽ പെടുകയും ചെയ്തു. അള്ളാഹുവിനെ കുറിച്ചും ചില ഊഹങ്ങൾ നിങ്ങൾ നടത്തി. അതെന്താ? അള്ളാഹു അവന്റെ അന്ത്യപ്രവാചകനെ ദൗത്യം പൂർത്തീകരിച്ച് വിജയശ്രീലാളിതനാകാൻ അവസരം കൊടുക്കാതെ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുത്തി തീർത്തു കളയും എന്ന ഒരു ഊഹം അവന്റെ അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് അള്ളാഹു നടപടികൾ എടുക്കുകയില്ല, പാഞ്ഞെത്തുകയില്ല എന്ന ഒരു ഊഹം നിങ്ങൾ നടത്തിക്കളഞ്ഞു. അത് വളരെ നികൃഷ്ടമായ ഊഹമാണ്. അള്ളാഹുവിനെ കുറിച്ച് വളരെ നിന്ദ്യമായ അപഹാസ്യമായ ഒരു ഊഹമാണ് നിങ്ങൾ നടത്തിയത്. വലനൻതും ലന്നസൗ, വളരെ ദുരുപതിഷ്ഠിതമായ ഊഹം, ഒരു നിലക്കും നന്മയുള്ളതായിട്ട് കാണാൻ കഴിയാത്ത ഒരു ഊഹമാണ് നിങ്ങൾ നടത്തിയത്. മാത്രവുമല്ല വകുൻതും ഖൗമൻ ബൂറാ, നിങ്ങള് വളരെ നാശോന്മുഖമായ ഒരു സമൂഹവുമാണ്, നിങ്ങൾ നാശമടയുന്ന ഒരു സമൂഹവുമാണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്.
ബാഇർ എന്നതിന്റെ ബഹുവചനായിട്ടാണ് ബൂർ എന്നുള്ള വാക്ക് ഖുർആനിൽ വരുന്നത്. ഇതിന്റെ വേറെ പല രൂപങ്ങളും ഖുർആനിലുണ്ട്. ദാറുൽ ബവാർ എന്നൊക്കെ കാണാം, വിനാശത്തിന്റെ ഭവനം എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ആരാണ്? വകുന്തും ഖൗമം ബൂറ, നാശോന്മുഖമായ, തകർച്ച നേരിടേണ്ട, അറമ്പറ്റേണ്ട തരം ആളുകളാണ്. അങ്ങനെ ഒരു ജനതയാണ് നിങ്ങൾ എന്നാണ് ആ മുഖല്ലഫുകളായ അറാബികളോട് അവരുടെ നിലപാടുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത്. അവരെ എക്സ്പോസ് ചെയ്യാണ്. നിങ്ങളെ മനസ്സിലുള്ളതല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പൊള്ളു പറയുകയാണ്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അതിൽ മനസ്താപം കാണിച്ചുകൊണ്ട്, അതിൽ പശ്ചാത്താപം കാണിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾ വസ്തുത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു കാര്യം പുറത്തു പറയുകയാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും അങ്ങ് പോയാൽ അവരവിടെ ഒടുങ്ങിപ്പോകും, തിരിച്ചൊരിക്കലും വീടുകളിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് ഇപ്പൊ അവരെ കൂടെ കൂടാതിരിക്കുകയാണ് നല്ലത് അതാണ് സുരക്ഷിതമായ ഒരു സംഗതി, അതാണ് നല്ല തീരുമാനം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പോകാതിരുന്നത് വളരെ നന്നായി എന്ന് അവർക്ക് തോന്നുന്നു. അതുപോലെ സത്യവിശ്വാസികളും അവരുടെ നായകനായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം അതോടെ തീർന്നു എന്ന് വരുന്നതും അതും ഇവർക്കൊരു സന്തോഷം നൽകിയ ഒരു സംഗതിയായിരുന്നു. കാരണം ഇതൊരു അനിവാര്യതയായിട്ടൊരു ശല്യമായി, ഇനി എന്തെങ്കിലും ഒന്ന് ആയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. അത് ആഗ്രഹിച്ച് കൊതിച്ച് അതിൽ വലിയ സന്തോഷവും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിലേക്ക് വന്ന പോലെ ഇസ്ലാമിനെ കൊതിച്ചുകൊണ്ട് വന്ന ആളുകളല്ല. അതുകൊണ്ട് നിങ്ങളിപ്പം മനസ്സിലുള്ള കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നാവുകൊണ്ട് വേറെ ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വളരെ നികൃഷ്ടമായ ചില ഊഹങ്ങളും വെച്ചു പുലർത്തി. തന്റെ ദൂതനെയും അനുയായികളെയും ഒന്നും അള്ളാഹു സംരക്ഷിക്കുകയില്ല എന്ന ഒരു ഊഹം നിങ്ങൾ വെച്ചു പുലർത്തി. അതുകൊണ്ടുണ്ടായത് എന്താണ്? നിങ്ങൾ വകുന്തും ഖൗമും ബൂറ, നിങ്ങൾ നാശകാരികളായ ഒരു സമൂഹമായിട്ട് മാറി അധപ്പതിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. വകുന്തും ഖൗമും ബൂറ, നിങ്ങളൊരു മഹാനാശകാരികളായിട്ടുള്ള ഒരു കൂട്ടർ തന്നെയാണ് എന്നാണ്. ഒരു കെട്ട ജനമാണ്, ഒരു ദുഷിച്ച സമൂഹമാണ് എന്നൊക്കെയാണ് അവരെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത്. അപ്പോ ഈ രണ്ടായത്തുകൾ സൂറത്തുൽ ഫത്ഹിലെ 11-12 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവര് വന്നത്. ഇനി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു എന്ന് തന്നെ വെക്കുക. എന്നാൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ ആക്കി തീർക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അവൻ നിങ്ങൾക്കായിട്ട് ഒരു ലറ് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ആർക്ക് അധികാരമുണ്ട്? ഒരു നഫ്ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് തടയാൻ ആർക്ക് അധികാരമുണ്ട്? അപ്പോ പ്രാർത്ഥിക്കുക എന്നുള്ളതോ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതോ ഒന്നുമല്ല വിഷയം. നിങ്ങളുടെ അർഹത എന്തിനാണ് എന്നുള്ളതാണ്. അള്ളാഹു കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്, നിങ്ങൾ നാവ് കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തില് നിങ്ങൾ വലിയ സാമർത്ഥ്യം കാണിച്ചുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളും പുറവും ഒരുപോലെ അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയാതെ പോകുന്നില്ല. അങ്ങനെ അധികാരം പ്രയോഗിച്ചുകൊണ്ട് ആർക്കും അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും നടപ്പാക്കാനും സാധ്യമല്ല. അവര് ചെയ്ത അവർ കാണിച്ച നിസ്സംഗത അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള വിട്ടുനിൽക്കല്, അതിന് യാതൊരു ലജ്ജയും പ്രയാസവും ഒന്നും കാണിക്കാതെയാണ് അവരുണ്ടായിരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കാൻ വേണ്ടി അവര് രംഗത്ത് വന്നില്ല.
അങ്ങനെ വരാതിരുന്നതിൽ അവർക്ക് യാതൊരു അസ്വസ്ഥതയും മനസ്താപവും ഒന്നുമില്ല. സ്വന്തം ചെയ്തികൾ വലിയ കേമമായ ഒരു സംഗതിയായി, അതുകൊണ്ട് ഞങ്ങൾ വലിയ സമർത്ഥന്മാരായി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള നിലപാടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വകുന്തും ഖൗമൻ ബൂറാ എന്ന്. ബാഇർ എന്ന അറബി പദത്തിന്റെ ബഹുവചനാണ് ഈ ബൂർ എന്നത്. അപ്പൊ അതിന് രണ്ടർത്ഥങ്ങൾ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഒന്ന്, കുഴപ്പക്കാരൻ അല്ലെങ്കിൽ ദുഷ്ടമനസ്കൻ എന്നൊക്കെയാണ് ആ പദം നൽകുന്ന സൂചന. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതയില്ലാത്തവൻ എന്നൊക്കെ. മറ്റൊരർത്ഥം നാശകാരി, മറ്റുള്ളവർക്ക് നാശവും ദുരന്തവും വിനാശവും ഒക്കെ ഉണ്ടാക്കുന്നവർക്ക്. രണ്ടു നിലക്കും ആ പദം അർത്ഥസൂചന നൽകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 11-12 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.